CDSന്റെ ഇന്നത്തെ വിജയം അത് നമ്മുടെ LDFന്റെ നഗരസഭയിലുള്ള ഒരു വിജയമായിട്ട് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അതെ, അടിത്തറ ഇളകി പോയിട്ടില്ല, അതിനുള്ള മറുപടി തന്നെയാണിത്. 11-ാം തീയതി മുതൽ ഇന്ന് 21-ാം തീയതിയാണ്. 10 ദിവസമായിട്ട് ഒരാൾ ഒപ്പിടാനില്ല എന്നതിന്റെ പേരിൽ മാത്രം 1810 ആളുകളുടെ അപേക്ഷകൾ, പാവപ്പെട്ട സ്ത്രീകൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ നഗരസഭയ്ക്കുള്ള തിരിച്ചടിയാണ്. UDF ആണ് പെരിന്തൽമണ്ണ നഗരസഭയിൽ അധികാരത്തിലുള്ളത്. 30 വർഷത്തിന് ശേഷമാണ് UDFന് അധികാരം കിട്ടിയത്. കുടുംബശ്രീയിലെ കഴിഞ്ഞ ദിവസം CDS തെരഞ്ഞെടുപ്പൊക്കെ നടന്നായിരുന്നു. 2 മാത്രമാണ് UDFന് കിട്ടിയത്. ബാക്കിയെല്ലാം ഭൂരിഭാഗവും LDF CPM ആണ് വിജയിച്ചത്. അപ്പോൾ കുടുംബശ്രീയുടെ ചുമതലയുള്ള LDFന്റെ കൗൺസിലർമാരെല്ലാവരും ഉണ്ട്. അതായത് മൻസൂർ നച്ചിയിൽ സീനിയർ കൗൺസിലറാണ്, പിന്നെ അമ്പിളി മനോജ് നേരത്തെ ഇവരൊക്കെ സ്ഥിരം സമിതി അധ്യക്ഷരായിരുന്നു, അവരുണ്ട്. പിന്നെ കുടുംബശ്രീയുടെ ചുമതലയുള്ള ഷെർലിജ. അപ്പൊ കുടുംബശ്രീയില് വലിയ മത്സരങ്ങൾക്കൊന്നും ഞങ്ങൾ നിന്നില്ല എന്ന തരത്തിലാണ് UDFന്റെ പ്രധാനപ്പെട്ട ആളുകൾ പറഞ്ഞത്. മത്സരമൊക്കെ ഉണ്ടായതുകൊണ്ടാണല്ലോ അവർക്ക് രണ്ടും നിങ്ങൾക്ക് ബാക്കിയുള്ളത് കിട്ടിയത്. അപ്പൊ കുടുംബശ്രീയുടെ ഒപ്പമുള്ളവരൊക്കെ CPM-നൊപ്പം ഇടതുപക്ഷത്തോടൊപ്പമാണ് എന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് കാണാം? നമുക്കറിയാം, കുടുംബശ്രീ നമ്മുടെ ഇടതുപക്ഷത്തിന്റെ ഒരു ചായോടുകൂടി വന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. കേരളത്തിലെ സ്ത്രീകളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതിന് വേണ്ടി, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എന്നും LDF സർക്കാരാണ് അവരുടെ കൂടെ ഉണ്ടായിട്ടുള്ളതിന്റെ ഒരു തീർച്ചയായിട്ടുമുള്ള ഒരു അടയാളപ്പെടുത്തലാണ് ഇന്നലെ ഇവിടെ നടന്നിട്ടുള്ള CDSന്റെ തെരഞ്ഞെടുപ്പ്. അതോടൊപ്പം തന്നെ നമ്മുടെ പെരിന്തൽമണ്ണ CDSഉം നമ്മുടെ LDFന് വേണ്ടിയിട്ട് എല്ലാവരും നമ്മുടെ 37 വാർഡിൽ നിന്നും വലിയ മത്സരങ്ങളൊന്നും ഇല്ലെങ്കിലും എല്ലാവരും നമ്മുടെ ഒപ്പം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ തെളിവാണ് നമുക്ക് ഒരു 35 സീറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് ശരിക്കും 37-ല് 21 സീറ്റ് UDF പിടിച്ചു, ബാക്കിയുള്ളത് നിങ്ങൾ പിടിച്ചപ്പോ നിങ്ങൾ പ്രതിപക്ഷത്താണ് 30 വർഷത്തിന് ശേഷം. അപ്പൊ ഈ കുടുംബശ്രീയിൽ വന്ന ഈ മേധാവിത്വം, വലിയ മെജോറിറ്റി, അത് ഒരുപക്ഷെ നിങ്ങളുടെ തന്നെ വിജയമാണെന്ന് പറയേണ്ടി വരും. തീർച്ചയായും അത് CDSന്റെ ഇന്നത്തെ വിജയം അത് നമ്മുടെ LDFന്റെ നഗരസഭയിലുള്ള ഒരു വിജയമായിട്ട് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. തീർച്ചയായും നമ്മുടെ ഈ ഒരു പെരിന്തൽമണ്ണ നഗരസഭയിലെ സ്ത്രീകൾ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. ഇവിടെ ഞങ്ങൾ ആദ്യം സൂചിപ്പിച്ചിരുന്നു, ഇതൊരു ജനപക്ഷ കൗൺസിലാണ് എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ജയിച്ച ഉടനെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ പ്രതിപക്ഷത്തല്ല ജനപക്ഷത്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു തെളിവും കൂടെ ആണിത് എന്നുള്ളതാണ് ഇപ്പൊ സൂചിപ്പിക്കാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ കുടുംബശ്രീയിലെ എല്ലാ സ്ത്രീകളും ജനപക്ഷത്തുള്ള നിങ്ങളെ ഒരുമിച്ച് നിങ്ങളോടൊപ്പം നിൽക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടാകും. നമ്മുടെ സർക്കാർ സ്ത്രീകൾക്ക് കൊടുത്തിട്ടുള്ള എല്ലാ പരിഗണനയും വെച്ചിട്ടാണ് ഈ ഒരു ഇലക്ഷനെ ഞങ്ങൾ നേരിട്ടിട്ടുള്ളത്. അതാണ് ഇതിനോടൊപ്പം നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോ കുടുംബശ്രീയിലെ വിജയവുമായി ബന്ധപ്പെട്ട് ഇപ്പോ ഷെർലിജ പ്രതികരിച്ചു. ഇനി നേരത്തെ കൗൺസിലർ ആയിരുന്നു, ഇപ്പോഴും കൗൺസിലറാണ് അമ്പിളി മനോജ്. ഇത് ഇത്രയും വലിയൊരു വിജയമാണ്. നേരത്തെ UDF അധികാരത്തിൽ ഏറിക്കഴിഞ്ഞപ്പോഴും നിങ്ങളൊക്കെ പ്രതികരിച്ചു. അപ്പൊ ഈ CDS കുടുംബശ്രീയുടെ കാര്യത്തിൽ വന്നപ്പോ ഇത്രയും വലിയൊരു വിജയം, ഇതെങ്ങനെ നേരത്തെ എന്തുകൊണ്ട് ജനങ്ങള് നിങ്ങളെ ചേർത്ത് പിടിച്ചില്ല എന്ന് ജനങ്ങൾക്ക് തോന്നിയാലോ? അല്ല മറ്റുള്ളവർക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ചെറിയ വോട്ടുകൾക്കാണ് ചില വാർഡുകൾ പോയിട്ടുള്ളത്. എന്തായാലും ആ വാർഡുകളൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാം എന്നുള്ള ലക്ഷ്യബോധത്തോടു കൂടി തന്നെയാണ് ഇപ്പോഴുള്ള കുടുംബശ്രീ അംഗങ്ങൾ ഞങ്ങളുടെ ഒപ്പം നിന്നിട്ടുള്ളത്. പിന്നെ പ്രധാനമായിട്ടും പറഞ്ഞാൽ നമ്മുടെ ഈ ഇലക്ഷൻ സമയത്ത് ഒരു വാഗ്ദാനമായിരുന്നു നമ്മുടെ കേരള സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ആളുകൾക്ക്. അത് സ്ത്രീകളെല്ലാം ഏറ്റെടുത്തു എന്നതിന്റെ ഉത്തമമായ ഒരു ഉദാഹരണമാണ് ഈ ഒരു കുടുംബശ്രീ വിജയം എന്നാണ് പറയാനുള്ളത്. ഇത് പെരിന്തൽമണ്ണ നഗരസഭ മാത്രമല്ല, ചുറ്റുവട്ടത്തുള്ള എല്ലാ പഞ്ചായത്തുകളിലെല്ലാം കുടുംബശ്രീയുടെ കാര്യം വന്നപ്പോ എല്ലാവരും CPM-ന്റെ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുകയാണ് കണ്ടത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ അടിത്തറ ഒന്നും എല്ലാം ഇളകിപ്പോയി എന്ന് പറയുന്നവർക്കുള്ള ഒരു മറുപടി കൂടിയാണല്ലേ? അതെ, അടിത്തറ ഇളകി പോയിട്ടില്ല, അതിനുള്ള മറുപടി തന്നെയാണിത്. കാരണം സ്ത്രീകൾ തന്നെയാണ്, കാരണം ഈ കുടുംബശ്രീ പ്രസ്ഥാനം നമ്മുടെ സ്ത്രീകളെ ഉന്നമനത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇത് നടപ്പാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെ ഒട്ടേറെ കുടുംബങ്ങൾ, അതായത് സ്ത്രീകൾ തന്നെ മുന്നോട്ട് സംരംഭകരായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തെ ഓരോ പ്രശ്നങ്ങളിലും സ്ത്രീകൾ സ്വയം ഏറ്റെടുത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങളുണ്ട്. അതൊക്കെ ഈ കുടുംബശ്രീ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് മാത്രമാണ്. ഏതായാലും കുടുംബശ്രീയിലെ ഈ വിജയം, നിങ്ങളെല്ലാണല്ലോ കുടുംബശ്രീയുടെ ഭാരവാഹികൾ, അപ്പോ ഈ വിജയം നിങ്ങൾക്കൊരു വലിയ ഊർജ്ജമായി മാറിയിട്ടുണ്ടാവും. ഇനി എന്താ പറയാ, കൈവിട്ടു പോയ ഭരണവും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോഴുള്ള കുറച്ച് പ്രവർത്തനങ്ങൾക്ക് ഒരു ഊർജ്ജമായി മാറിയിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായും
കാരണം അടുത്ത നിയമസഭാ ഇലക്ഷന് ഞങ്ങൾക്ക് അവരുടെ മുന്നിലേക്ക് വെക്കാനുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ, കാരണം നമുക്കറിയാം നമ്മുടെ മാധ്യമങ്ങളിലൂടെ, സാധാരണ മാധ്യമങ്ങളാണ് പുറത്തേക്ക് അറിയിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്നിപ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പൊ അടുത്ത ദിവസം നമ്മുടെ ടൗൺഷിപ്പ് ഉദ്ഘാടനം ചെയ്യാൻ പോവാണ്. വയനാട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ചൂരൽമല ഇതില് കുടുംബങ്ങൾക്ക് തന്നെ തളർന്നു പോയി ഒന്നുമില്ലാതെ അനാഥായ ആളുകൾക്ക് പോലും നല്ല രീതിയിലുള്ള ഒരു ടൗൺഷിപ്പ് ഉദ്ഘാടനത്തിന് മുന്നോടിയായി നിൽക്കുകയാണ്. അതുപോലെയുള്ള നമ്മുടെ റോഡുകളാണെങ്കിലും പാലങ്ങളാണെങ്കിലും എല്ലാ വിധത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തിയിട്ടാണ് ഈ ഗവൺമെന്റ് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് നിൽക്കുന്നത്. അത് നമുക്ക് ധൈര്യമായി എല്ലാ വാർഡുകളിലും നമുക്ക് പോയി പറയാനും നമ്മുടെ മുന്നില് കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ നല്ല വിശ്വാസം തന്നെയാണ്. വീണ്ടും LDF തന്നെ തിരിച്ചു വരും. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ആളുകൾക്ക് പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേരള സർക്കാർ. അതിൽ 1810ഓളം ആളുകൾക്ക് പെരിന്തൽമണ്ണ നഗരസഭയിൽ നിന്ന് പെൻഷൻ അനുവദിച്ചിട്ടുള്ളതാണ്. കാരണം ഈ പെരിന്തൽമണ്ണ നഗരസഭയിൽ മാത്രമാണ് 11-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ച് വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പെരിന്തൽമണ്ണ നഗരസഭയിൽ മാത്രമാണ് മലപ്പുറം ജില്ലയിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ നടപ്പിലാക്കാത്തത്. അതിൻ്റെ ഒരു വ്യക്തമായ കാരണം കൂടി ഈ തോൽവിയിൽ അവർ പഠിക്കേണ്ടതുണ്ട്. ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ എന്നും പിറകിലാണ് അവരുള്ളത്. അപ്പോൾ ആ ഒരു പ്രയാസം അനുഭവിക്കുകയും ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത് പെൻഷൻ കിട്ടുമോ ഇല്ലേ എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കും. പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഈ പെൻഷൻ കൊണ്ട് കൂടുതൽ ഉപകാരപ്പെടുന്നത്. കാരണം ഭർത്താക്കന്മാരുടെ മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥ വരുന്നില്ല. ഈ 60 വയസ്സ് വരെ സ്ത്രീകളുടെ കാര്യം മാത്രമല്ല, മറ്റ് ആളുകളുടെ അവസ്ഥ വന്നാലും മരുന്നാണെങ്കിലും ഭക്ഷണ സാധനങ്ങളാണെങ്കിലും എന്ത് ആവശ്യങ്ങൾക്കും ആർക്കും ഒരു സഹായത്തിന് ചെല്ലേണ്ട അവസ്ഥ വരാത്ത സർക്കാർ നടപടിയുമായിട്ട് മുന്നോട്ട് പോയി നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെച്ച് 11-ാം തീയതി മുതൽ ഇന്ന് 21-ാം തീയതിയാണ്. 10 ദിവസമായിട്ട് ഒരാൾ ഒപ്പിടാനില്ല എന്നതിൻ്റെ പേരിൽ മാത്രം 1810 ആളുകളുടെ അപേക്ഷകൾ, പാവപ്പെട്ട സ്ത്രീകൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ നഗരസഭയ്ക്കുള്ള തിരിച്ചടിയാണ് ഈ CDS തെരഞ്ഞെടുപ്പ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ടായിരിക്കും ഈ പെൻഷൻ ഇങ്ങനെ വിതരണം ചെയ്യുന്ന കാര്യത്തിൽ അമാന്തം കാണിക്കുന്ന താങ്കളുടെ അഭിപ്രായം? അമാന്തം കാണിക്കുന്നത് ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മറ്റേ നിങ്ങൾ നേരത്തെ ചോദിച്ചല്ലോ, തുടർ ഭരണം വരുമോ, ഇടതുപക്ഷ MLA വരുമോ? ഇപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ വന്ന CDS തെരഞ്ഞെടുപ്പിൽ 37-ൽ 35ഉം തിരിച്ചു വന്നത്. പിന്നെ നിങ്ങൾ നേരത്തെ ചോദ്യം, ഞങ്ങൾ ആകെ 34 വോട്ടിനാണ് ഇവിടെ തോറ്റിട്ടുള്ളത്. അത് തോറ്റു എന്ന് പറയാനൊന്നും പറ്റില്ല. ഷെർലിയേച്ച് പറഞ്ഞ മാതിരി അതൊരു കീഴ്വാക്കാണ് സംഭവിച്ചു പോയി, അതൊക്കെ ശരി. പക്ഷെ അത് തിരിച്ചു വരാൻ പറ്റാത്ത ദൂരത്തേക്കൊന്നും ഞങ്ങൾ പോയിട്ടില്ല. എന്നാണെങ്കിലും തിരിച്ചു വരുന്നേയും അതിൻ്റെ ഒരു തുടക്കമാണ് ഇന്ന് ഇന്നത്തെ CDSന്റെ തെരഞ്ഞെടുപ്പ്. അത് മാത്രമേ പറയാനുള്ളൂ. 37 വാർഡിൽ നിന്നും 35 വാർഡിന്റെ പ്രതിനിധികൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ നിന്നത്. അപ്പോൾ ഇടതുപക്ഷത്തോടൊപ്പം തന്നെയാണ് എല്ലാ ജനങ്ങളും എന്ന് അതിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ എല്ലാ സ്ത്രീകളും അതിനു വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ കുടുംബശ്രീയിലൂടെ സ്ത്രീകൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഗുണഭോക്താക്കളാണ് അവര്. അപ്പൊ അതിനുള്ള ഒരു പ്രത്യുപകാരം കൂടിയാണ് അവര് നല്ലൊരു CDSനെ തിരഞ്ഞെടുക്കുക എന്നുള്ളൊരു ആശയം അവർക്കുള്ളത്. അപ്പോ നമുക്ക് കൂടുതൽ പദ്ധതികളും ഒക്കെ വരുന്നത് ഇടതുപക്ഷ സർക്കാരിന്റെ ഏറ്റവും കൂടുതൽ ബജറ്റിൽ കുടുംബശ്രീക്ക് പണം നീക്കി വെക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ്. അപ്പൊ അതിന്റെ ഒരു നന്ദി കൂടിയാണ് അപ്പൊ അത് തെരഞ്ഞെടുപ്പ്. ഇതിപ്പോ തുടക്കം മാത്രമാണെന്ന് പറയുന്നു. ഇനി വലിയ അടിത്തറയൊന്നും ഇളകിയിട്ടില്ല. വലിയ വിജയങ്ങളിലേക്കുള്ള കാൽവെപ്പിനുള്ള തുടക്കമാണ്. ഏതായാലും ജനമാണ് ഇപ്പൊ ഈ സ്ത്രീകള് കുടുംബശ്രീയുടെ ഒപ്പം ഉണ്ട്. ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ആർക്കൊപ്പം നിൽക്കണമെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. അവർ തീരുമാനിക്കട്ടെ അടുത്തത് ആര് ജയിക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. ക്യാമറാമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബാർ വേണ, ചാനൽ 10, പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ EMS മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിന്റെ 150 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച പുതിയ രജത ജൂബിലി കെട്ടിട സമുച്ചയം നാടിന് സമർപ്പിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത ഈ അത്യാധുനിക സമുച്ചയം മികച്ച ചികിത്സാ സൗകര്യങ്ങളോടെ ഇപ്പോൾ ജനങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു. കൂടെയുണ്ട് കരുതലായി.